ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് VSSCയിലെ പരിശോധന ഇതുവരെയും അവസാനിച്ചിട്ടില്ല എന്ന സുപ്രധാനമായൊരു വിവരം കൂടിയുണ്ട്. കൂടുതൽ സാമ്പിളുകൾ VSSCക്ക് കൈമാറി. ഈ സാമ്പിളുകളുടെ പരിശോധന പൂർത്തിയായിട്ടില്ല. പാളികളുടെ സാമ്പിളുകളുടെ ഡീകോഡിംഗ് തുടരുന്നു എന്ന് SIT കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. നടക്കുന്ന അതിസങ്കീർണമായ പരിശോധനയാണ് എന്ന വിവരം കൂടിയുണ്ട്. അനന്തൻ, അതിസങ്കീർണമായ പരിശോധനയാണ്, കുറ്റപത്രം വൈകുകയുമാണ്. ഈ VSSCയിലെ പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമാണല്ലോ ഇക്കാര്യത്തിൽ കുറ്റപത്രത്തിലും കൃത്യമായ നിഗമനത്തിലേക്ക് SITക്ക് എത്താനും അക്കാര്യം കോടതിയെ അറിയിക്കാനും കഴിയുകയുള്ളൂ. ഈ പരിശോധനകൾ എപ്പോൾ തീരുമെന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നുണ്ടോ? രതീഷ്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് എന്ന് തന്നെ പറയാം. കാരണം ശബരിമലയിലെ ഈ നിലവിലുള്ള സ്വർണ്ണപ്പാളികൾ, ഈ പുതുക്കിക്കൊണ്ടുവന്ന സ്വർണ്ണപ്പാളികൾ, അതിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഇപ്പോഴും വലിയ പ്രതിസന്ധി നേരിടുകയാണ്. VSCയിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധനയ്ക്ക് SIT സമീപിച്ചത്. പക്ഷേ അവിടെ നടത്തിയ ആദ്യഘട്ട പരിശോധനയിൽ ഈ കൃത്യമായൊരു ഉത്തരം SITക്ക് ലഭിച്ചിരുന്നില്ല. അതായത് പഴയ പാളികളിൽ നിന്ന് സ്വർണം ഉരുക്കിയെടുത്ത് വീണ്ടും സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്നതാണോ, അതല്ല പഴയ പാളി അപ്പാടെ മാറ്റി പുതിയ സ്വർണം പൂശിയ പാളികൾ കൊണ്ടുവന്നതാണോ? ഇതാണ് ഉത്തരം കിട്ടേണ്ട ചോദ്യം. അപ്പോൾ അതിന് കൃത്യമായൊരു ഉത്തരം നൽകിയിട്ടില്ല. കാരണം SITക്ക് ലഭിച്ച VSCയുടെ ആദ്യത്തെ പരിശോധനാ ഫല റിപ്പോർട്ടിൽ പറയുന്നത് ഈ പാളികളിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ അത് മാറ്റിയിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലേക്കാണെന്ന് കോടതിയും അടക്കം എത്തിയത്. പക്ഷേ ശാസ്ത്രജ്ഞരുടെ മൊഴി എടുത്തു കഴിയുമ്പോൾ അങ്ങനെ തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അതായത് പാളികൾ മാറ്റിയതാണോ, പാളികൾ ഉരുക്കി സ്വർണം വേർപെടുത്തിയ ശേഷം വീണ്ടും ഇലക്ട്രോപ്ലേറ്റ് ചെയ്തതാണോ എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. അതിന് കാരണം ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ, നിലവിലുള്ള സ്വർണ്ണപ്പാളികളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് അതിസങ്കീർണമായ പരിശോധനകളാണ് നടക്കുന്നത്. നമ്മൾ SITയുമായി ബന്ധപ്പെടുമ്പോൾ ആ കേന്ദ്രങ്ങൾ പറയുന്നത് വീണ്ടും കുറച്ചധികം സാമ്പിളുകൾ, ശബരിമലയിലെ ദ്വാരപാലക പാളികളുടെ അടക്കം സാമ്പിളുകൾ ശേഖരിച്ച് VSCക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യഘട്ട പരിശോധന അത് ഫലവത്താകാത്തതുകൊണ്ട് വീണ്ടും സാമ്പിളുകൾ SIT നൽകിയിട്ടുണ്ട് VSCക്ക്. ആ പരിശോധനകൾ നടക്കുകയാണ്. അതായത് ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിലുള്ള ഡീകോഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ശ്രമകരമായ ദൗത്യമാണ്. അതിസങ്കീർണമായ പരീക്ഷണങ്ങളാണ് അതിൽ നടക്കുന്നത്. അതിൻ്റെ ഫലം പുറത്തു വന്നാൽ മാത്രമേ, അതിൻ്റെ കൂടി ഫലം, അപ്പോൾ ആ രണ്ടാം ഘട്ട പരിശോധനയുടെ ഫലം കൂടി വന്നാൽ മാത്രമേ എന്താണ് ശബരിമലയിൽ യഥാർത്ഥത്തിൽ നടന്നതെന്ന് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ആ ഫലം വരുന്നത് വരെ ഈ കുറ്റപത്രം നൽകുന്ന കാര്യം വൈകും എന്ന് തന്നെയാണ് സൂചന. അത് വൈകുന്നത് വലിയ അപകടമാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം പ്രധാന പ്രതികൾക്കെല്ലാം ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. മാത്രമല്ല, ഈ നിലവിലുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നു എന്ന് SIT കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഉദ്യോഗസ്ഥരടക്കം കൂട്ടുനിന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അത് ഏകോപിപ്പിച്ചതെന്നും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഈ മോഷ്ടിച്ച സ്വർണം അത് ഏത് രീതിയിലാണ് മോഷ്ടിച്ചത് പാളികൾ അപ്പാടെയാണോ അതോ ഉരുക്കിയെടുത്ത സ്വർണമാണോ? അങ്ങനെയാണെങ്കിൽ ആ മോഷ്ടിച്ച സ്വർണം എവിടെ? പാളികൾ അപ്പാടെയാണ് മോഷ്ടിച്ചതെങ്കിൽ ആ പാളികൾ എങ്ങോട്ട് പോയി? അപ്പോൾ തൊണ്ടി മുതൽ കണ്ടെത്താൻ ഇപ്പോഴും SITക്ക് കഴിഞ്ഞിട്ടില്ല. റിക്കവറി നടക്കാത്തത് കൊണ്ട് ആ അന്വേഷണത്തിന്റെ കുറ്റപത്രം നൽകുന്നത് വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അന്വേഷണം കേസിന്റെ ഭാവിയെ തന്നെ ഇങ്ങനെ വൈകുകയാണെങ്കിൽ, കൃത്യമായൊരു ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിക്കുന്നില്ല എങ്കിൽ ഈ കേസിന്റെ ഭാവി തന്നെ തുലാസിലാകുന്ന സ്ഥിതിയിലേക്ക് എത്തുമോ അനന്തൻ? തീർച്ചയായിട്ടും ഇത് വലിയ തോതിൽ തിരിച്ചടിയായി മാറാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇതിൻ്റെ അന്വേഷണം നമുക്ക് തുടക്കത്തിൽ തന്നെ ഈ SITയിൽ നിന്ന് ലഭിച്ചിരുന്ന അല്ലെങ്കിൽ പരോക്ഷമായ അല്ലെങ്കിൽ അവർ നൽകിയിരുന്ന ചില സൂചനകൾ അനുസരിച്ച് ആദ്യഘട്ടം മുതൽ തന്നെ ഇതിനകത്ത് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട്. കാരണം ഒരുപാട് വൈകിയാണ് SITയുടെ പക്കലേക്ക് ഈ അന്വേഷണം എത്തുന്നത്. 2019 നടന്ന സംഭവം 2019, 1998, 2024, 2025 അങ്ങനെ പല കാലയളവിൽ നടന്ന പ്രശ്നങ്ങൾ, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ വിശദാംശങ്ങൾ പുറത്തു വരികയും അതുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിജിലൻസ് ആണ് ആദ്യം അന്വേഷിച്ചത്. അതും കഴിഞ്ഞിട്ടാണ് SITയുടെ പക്കലേക്ക് ഈ അന്വേഷണം വരുന്നത്. അപ്പോഴേക്കും പ്രതികൾക്ക് അവരുടെ കള്ളത്തരമൊക്കെ മറയ്ക്കാനുള്ള സാവകാശമൊക്കെ ലഭിച്ചിരുന്നു. പിന്നീട് കൃത്യമായ മൊഴികളൊക്കെ തയ്യാറാക്കി നിയമജ്ഞരുടെ ഉപദേശങ്ങളൊക്കെ ലഭിച്ച ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഭണ്ഡാരിയും ഗോവർദ്ധനും അടക്കമുള്ള പ്രധാന പ്രതികൾ SITക്ക് മുന്നിലേക്ക് എത്തിയത്. അവരെ ചോദ്യം ചെയ്യുന്നത് തന്നെ ശ്രമകരമായിരുന്നു. അവരിൽ നിന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സ്വർണ്ണപ്പാളികൾ, സ്വർണ്ണമോഷണം സംബന്ധിച്ച് കൃത്യമായൊരു വിവരം ഇപ്പോഴും SITക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെല്ലാം ഒരു ഉത്തരം ലഭിക്കേണ്ടിയിരുന്നത് VSCയിൽ നിന്നുള്ള പരിശോധനാ ഫലത്തിൽ നിന്നാണ്. പക്ഷേ അത് കൃത്യമായി ലഭിക്കാൻ കഴിഞ്ഞില്ല. അത് കൃത്യമായി ഡീകോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളിടത്താണ് SIT ഇപ്പോൾ പ്രതിസന്ധി നേരിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചാർജ് ഷീറ്റ് നൽകുന്നത് വൈകുന്നതും. അപ്പോൾ രണ്ട് കാര്യങ്ങളിൽ ഉത്തരം VSCയിൽ നിന്ന് ഇനിയും ലഭിക്കേണ്ടതുണ്ട്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം ഉരുക്കിയെടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും തട്ടിയെടുത്തതാണോ, അതല്ല സ്വർണ്ണപ്പാളികൾ അപ്പാടെ മാറ്റി
കൊണ്ടുപോയതാണോ? ഏതായാലും ഒരു കാര്യം SITക്ക് മനസ്സിലായിട്ടുണ്ട്. 2019 സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ പ്രതികൾക്കും വലിയ തോതിൽ സാമ്പത്തികമായ ഉയർച്ച ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തികമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വലിയ തോതിലുള്ള സ്വത്ത് സമ്പാദനം, അനധികൃത സ്വത്ത് സമ്പാദനം ഈ പ്രതികൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വരുമാനം എവിടെ നിന്നാണ്? അങ്ങനെ വരുമ്പോൾ സ്വർണം ഉരുക്കിയെടുത്ത് മോഷ്ടിച്ചതാണെങ്കിൽ അതിന് അത്രയും വലിയ ഒരു സ്വത്തിന് അല്ലെങ്കിൽ ഇത്രയും പ്രതികൾക്ക് സാമ്പത്തികമായ ലാഭം നേടാൻ ഒരു വഴിയും ഉണ്ടാകില്ല. അങ്ങനെ വരുമ്പോൾ ഇത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിച്ചതാണോ? അതാണ് വലിയ തോതിൽ പണം സമ്പാദിക്കാൻ പറ്റുന്ന മാർഗത്തിലേക്ക് പോയതാണോ എന്നുള്ളതാണ് SITയുടെ സംശയം. അതിനെ സാധൂകരിക്കുന്ന ഒരു തെളിവിലേക്കാണ് SIT പ്രതീക്ഷിക്കുന്നത്. ആ തെളിവ് VSCയിൽ നിന്ന് ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവ്യക്തമായ ഒരു റിപ്പോർട്ടിനപ്പുറം കൃത്യമായൊരു തെളിവ് VSCയിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക്. ഈ പ്രതികൾക്ക് വലിയ തോതിലുള്ള സാമ്പത്തികമായ ഉയർച്ച ഉണ്ടായി, അനധികൃത സ്വത്ത് സമ്പാദനം എന്ന നിലയിലേക്ക്, ആ നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയാണല്ലോ. ആദ്യ ഭാഗത്ത് ജയറാമിനെ വീണ്ടും ചോദ്യം ചെയ്ത കാര്യം സൂചിപ്പിച്ചല്ലോ. അക്കൂട്ടത്തിൽ പറഞ്ഞത് ഈ പൂജയ്ക്ക് വേണ്ടി വിവിധയിടങ്ങളിൽ ശബരിമലയിലെ വസ്തുക്കൾ എത്തിക്കുന്നു, സ്വർണ്ണപ്പാണികൾ ഉൾപ്പെടെ എത്തിക്കുന്നു. അതിൻ്റെ പേരിൽ പൂജയുടെ മറവിൽ വലിയ പണപ്പിരിവ് നടത്തിയിട്ടുള്ള വ്യവസായികൾ ഉൾപ്പെടെ, സിനിമാ നടന്മാരുൾപ്പെടെ അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളിൽ നിന്ന്, ധനികരിൽ നിന്ന് പണം ഇവർ സമാഹരിച്ചിട്ടുണ്ടാകുമെന്നൊരു വലിയ സംശയമുണ്ടല്ലോ. ആ ഭാഗത്തെ അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? ഇപ്പോൾ ജയറാമിനെ വീണ്ടും ചോദ്യം ചെയ്തു SIT. സമാനമായി മറ്റിടങ്ങളിലും മറ്റാളുകളിലേക്കും അന്വേഷണം പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം സ്വർണ്ണക്കൊള്ളയ്ക്കൊപ്പം സമാന്തരമായി SIT അന്വേഷിക്കുന്ന മറ്റൊരു വിഷയം കൂടിയാണ് ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ അനധികൃതമായി പ്രദർശനത്തിന് വെച്ച് പൂജ നടത്തി പണം സമ്പാദിച്ചു എന്നുള്ളത്. അത് തമിഴ്നാട്ടിലും കർണാടകയിലും എത്തിച്ച് അങ്ങനെ നടത്തി എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗത്താണ് നടൻ ജയറാം ഉൾപ്പെടെ വരുന്നത്. നടൻ ജയറാമിൻ്റെ വീട്ടിൽ സ്വർണ്ണപ്പാളികൾ കൊണ്ട് പൂജ നടത്തി എന്നുള്ളത് നേരത്തെ തന്നെ പുറത്തു വന്നത്. മാതൃഭൂമിന്യൂസാണ് ആ വാർത്ത പുറത്തുവിട്ടത്. കാരണം സ്മാർട്ട് ക്രിയേഷൻസിൽ ജയറാം പൂജയിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും മാതൃഭൂമിന്യൂസാണ് പുറത്തുവിട്ടത്. ജയറാമിൻ്റെ വീട്ടിൽ നടന്ന പൂജ, ദ്വാരപാലക പാളികൾ ജയറാമിൻ്റെ വീട്ടിൽ വെച്ച് പൂജിച്ചു എന്നുള്ള വാർത്തയും മാതൃഭൂമിന്യൂസാണ് പുറത്തുവിട്ടത്. അന്ന് ഈ വാർത്തകൾ പുറത്തു വരുമ്പോൾ ശബരിമലയിലെ പാളികൾ കൊണ്ടുപോയി എന്ന് മാത്രമാണ് എല്ലാവർക്കും അറിയാമായിരുന്നത്. അതിൽ കട്ടളപ്പാളി ഏതാണ്, ദ്വാരപാലക പാളികൾ, അങ്ങനെ അതിൻ്റെ വ്യത്യാസം അറിയാമെങ്കിലും ഇതെല്ലാം ഒരേ കാലഘട്ടത്തിലാണ് എന്നുള്ളൊരു സങ്കല്പത്തിലായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം മാതൃഭൂമിന്യൂസാണ് ഇതെല്ലാം ജയറാമിൻ്റെ വീട്ടിൽ നടന്ന പൂജയുടെ വൈരുദ്ധ്യം, ജയറാം പറഞ്ഞിരുന്ന വിശദീകരണത്തിലെ വൈരുദ്ധ്യം പുറത്തു കൊണ്ടുവന്നത്. ആ വൈരുദ്ധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ SIT വീണ്ടും ജയറാമിനെ ചോദ്യം ചെയ്തിരിക്കുന്ന സമയം VSSCയിലെ പരിശോധനകൾ തുടരുകയാണ്.